ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുത്തൻ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ഒരു കൊച്ചു 4 മണി പലഹാരം. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഉരുളൻകിഴങ്ങ് വെച്ചിട്ടും അതുപോലെ ഇതിനകത്ത് ഫില്ലിംഗ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ചിക്കൻ്റെ ഫില്ലിംഗ് ആണ്. അതിന് വലിയ പണിയൊന്നും ഇല്ലാത്തൊരു ചിക്കൻ ഫില്ലിംഗ് ആണ് കേട്ടോ. നമ്മൾ വളരെ സിമ്പിളായിട്ടും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫില്ലിംഗ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഉരുളൻകിഴങ്ങ് കൊണ്ടുള്ള ഈ 4 മണി പലഹാരം ഉണ്ടാക്കുന്നതെന്ന്. അതിനായിട്ട് ഞാനിവിടെ അര കിലോളം വരുന്ന ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം ഊറ്റി ഒരു ബൗളിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ മതിയാവും. ഒത്തിരി ആ ഒരു മുളക് പൊടിയുടെ കുത്തൽ വേണ്ട. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഞാൻ നാരങ്ങയുടെ നീര് ഒരു ടേബിൾ സ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരുന്ന നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കണം. അതിനുശേഷം സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അരമണിക്കൂർ സമയം ഉണ്ടെങ്കിൽ അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് ഒരു 15 മിനിറ്റ് മാത്രമേ ഞാനിവിടെ മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 15 മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കുക്കറിൽ ഇത് വേവിക്കാനിടുമ്പോൾ നമുക്ക് ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ചിക്കനകത്തുനിന്ന് അതിൻ്റേതായ വെള്ളം ഇറങ്ങുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കൂടി വന്ന ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് കുക്കറിനകത്ത് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കുക്കർ അടച്ചിട്ട് നമുക്കൊരു 3 മുതൽ 4 വിസിൽ വരെ, അത് ഓരോ കുക്കറിനൊക്കെ അനുസരിച്ചിട്ടാണ്, നമുക്കെല്ലാം അറിയാം അത് എത്രത്തോളം എന്തെന്നുള്ളത്. ഞാനിപ്പോൾ ഒരു 3 വിസിൽ, എൻ്റെ കുക്കറിൽ 3 വിസിൽ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓഫ് ചെയ്ത് അതിലത്തെ ഒരു ഗ്യാസ് എല്ലാം കളഞ്ഞിട്ട് ഞാൻ ഇതെടുത്ത് ഒരു അരിപ്പയിൽ വെള്ളമൊക്കെ വാരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ വാർന്ന് അത്യാവശ്യം ചൂടൊക്കെ ആറി വന്നതിന് ശേഷം മിക്സിയുടെ ഒരു വലിയ ജാറിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ഒത്തിരി ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതായത് പൾസ് മോഡ് ഉണ്ടാവുമല്ലോ മിക്സിക്കകത്ത്, ആ ഒരു പൾസ് മോഡിൽ ഒരു 1-2 തവണ ഒന്ന് കറക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നല്ല നൂല് പോലെ നമുക്ക് കിട്ടും. അപ്പം ഇതാണ് നമ്മുടെ ഒരു ചിക്കൻ്റെ മിക്സ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല സ്വാദാണ്. പക്ഷെ നമ്മളിത് ഇച്ചിരി ഒരു മസാല പോലെ ഒന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. ഇതിനകത്തോട്ട് 2.5 ടേബിൾ സ്പൂൺ വരുന്ന വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1/4 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. അത് ചതച്ചിട്ടോ നീളത്തിലൊക്കെ നമുക്ക് അരിഞ്ഞു കൊടുക്കാം കേട്ടോ. പിന്നെ 2 പച്ചമുളക്. നമുക്ക് ഒത്തിരി എരിവിടേണ്ട കാര്യമില്ല. നമ്മൾ കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒക്കെ നമ്മൾ ചേർത്തിട്ടുള്ളതാണ്. മാത്രമല്ല ഇനിയും നമ്മൾ അല്പം ചേർക്കുന്നുണ്ട് സവോളയൊക്കെ വഴറ്റുന്ന ഒരു സമയത്ത്. അപ്പോൾ ഇനി നമുക്കിതെല്ലാം നന്നായിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തത് ഇതിനകത്തോട്ട് 2 മീഡിയം സൈസ് ആയിട്ടുള്ള സവോള വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സവോളയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവോള ഒത്തിരി ഇങ്ങനെ കുഴഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല. ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നതാണ് ഇതിൻ്റെ ഒരു ഫില്ലിങ്ങിന് ടേസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതാ ഞാനിത് നന്നായിട്ട് തന്നെ ഒന്ന് 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ ഞാൻ അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ചേർക്കുമ്പോൾ ഒന്ന് കീറിയിട്ട് ചേർത്ത് കൊടുക്കുക. അതാകുമ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് പകരം മല്ലിയിലയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു സവോളയുടെ നിറക്കൊന്നും മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ സവോളയുടെ നിറക്കൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം ലോവിലോട്ട് മാറ്റി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറും അതുപോലെ ഗരം മസാല ഒരു 1/4 ടീസ്പൂണും കൂടെ ചേർക്കുക. ഇതിനകത്ത് നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ള മീറ്റ് മസാലയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. വളരെ കുറച്ച് ഉള്ള രീതിയിൽ മസാലപ്പൊടികൾ മാത്രം മതിയാവും. ഒത്തിരി ഒരു കുത്തൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്നാക്ക് കൊള്ളത്തില്ല. അപ്പം നമുക്കിതാ ഇതൊക്കെ നന്നായിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തത് ഇതിനകത്തോട്ട് നമ്മൾ മിക്സിയിലൊക്കെ അടിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു ചിക്കൻ്റെ ആ ഒരു കൂട്ടും കൂടെ ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു. അപ്പോൾ അതൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇനി അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയാണ്. ഇനി ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ആ നേരം നമുക്കൊരു മാവ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ 4 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള ഉരുളൻകിഴങ്ങാണ്.
അപ്പോൾ ഇത് ഒന്നില്ലെങ്കിൽ നമുക്ക് വലിയൊരു കയ്യിലൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ഉടച്ചുടച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗ്രേറ്ററിൽ നമുക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുവാണെങ്കിൽ എല്ലാം നമുക്ക് ഒരുപോലെ അങ്ങ് വരും എന്ന് മാത്രമല്ല, നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ കെടുക്കും ചെയ്യും, പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാനും പറ്റും. അപ്പം ഞാൻ ഈ 4 ഉരുളൻകിഴങ്ങും ഇതുപോലെ ഗ്രേറ്ററിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉരുളൻകിഴങ്ങ് എല്ലാം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ നമുക്കിത് ഒരേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുണ്ട്. അപ്പോൾ ആദ്യം ചേർക്കുന്നത് ഒരു മുട്ട നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഇതൊന്ന് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് മുട്ട ചേർക്കുമ്പോൾ ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടുതലാണെന്ന് മാത്രം. ഇപ്പോൾ ചിലവർ മുട്ട കഴിക്കാത്തവരുണ്ട്, അങ്ങനെയുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. പിന്നെ ചേർക്കുന്നത് 1/2 കപ്പ് വരുന്ന കോൺഫ്ലവർ ആണ്. ഇത് കോൺഫ്ലവർ തന്നെ ചേർക്കണമെന്നില്ല, ഇതിന് പകരം മൈദ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ പകുതി 1/2 കപ്പ് കോൺഫ്ലവറും ബാക്കി വരുന്ന ഇതും ഞാൻ മൈദയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം 1/2 കപ്പ് കോൺഫ്ലവർ ഇട്ടു, പിന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിന് പകരം വെളിച്ചെണ്ണയാണെങ്കിലും സൺഫ്ലവർ ഓയിൽ ആണെങ്കിലും ചേർക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കാൻ, നമ്മുടെ ചിക്കനകത്ത് ഓൾറെഡി ഉപ്പുള്ളതാണ്, അപ്പോൾ അത് മനസ്സിൽ കണ്ടിട്ട് വേണം ഇവിടെ ഉപ്പ് ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാമെന്ന് വിചാരിച്ചു. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ നന്നായി മിക്സ് ചെയ്യണം. പക്ഷേ ഈ ഒരു 1/2 കപ്പ് കോൺഫ്ലവർ കൊണ്ട് ഇത് മാവ് കറക്റ്റായിട്ട് കിട്ടത്തില്ല കേട്ടോ. നമുക്ക് ഇനി മൈദപ്പൊടിയും കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു കോൺഫ്ലവർ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇച്ചിരി ഒട്ടലൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 1/4 കപ്പ് മൈദപ്പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് മൈദപ്പൊടിക്ക് പകരം അരിപ്പൊടി ആണെങ്കിൽ ചേർക്കാം, ഗോതമ്പ് പൊടി ആണെങ്കിൽ ചേർക്കാം. നിങ്ങളുടെ വീട്ടിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ പൊടികളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചേർത്താൽ മതിയാവും. ഇനി നമുക്കിത് കറക്റ്റ് ഒരു നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് ഒന്ന് കുഴച്ചൊന്ന് കൊണ്ടുവരണം. അപ്പോൾ ആവശ്യത്തിനുള്ള പൊടിയും കൂടെ ചേർത്ത് ഞാൻ കുറച്ചും കൂടെ ഒരു 1/4 കപ്പും കൂടെ ഞാൻ പൊടി ചേർത്തായിരുന്നു. അപ്പോഴാണ് നമുക്ക് ഈ ഒരു പെർഫെക്ഷനിലോട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായിട്ട് കിട്ടുക കേട്ടോ. ഇനി നമുക്ക് ഇതും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഒന്ന് ഫ്രൈ ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഫില്ലിങ്ങും മാത്രമാണ് വേണ്ടിയത്. ഇനി ചപ്പാത്തിക്കൊക്കെ നമ്മൾ പരത്തുന്ന ഒരു പലക എടുക്കുക, അതിനകത്തോട്ട് അത്യാവശ്യം കുറച്ച് പൊടി ഒന്ന് മൈദപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടുക. പിന്നെ ഈ ഒരു മാവിൽ നിന്ന് കുറച്ച് നമുക്ക് എത്രത്തോളം വലിപ്പം വേണമെന്നനുസരിച്ചിട്ടുള്ള ആ ഒരു വലിപ്പത്തിനുള്ള മാവ് എടുക്കുക. ഇത് അങ്ങനെ പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് തട്ടി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കയ്യിലൊക്കെ വെച്ച് നമ്മൾ മോമോസ് ഒക്കെ ഉണ്ടാക്കത്തില്ലേ, അതേപോലൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മളൊരു ഫില്ലിംഗ് ഒക്കെ ആയിട്ട് നമ്മൾ റോളൊക്കെ ഉണ്ടാക്കത്തില്ലേ, ചിക്കൻ റോള് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഇതിൻ്റെ ആ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ചെറിയൊരു കുഴിയാക്കുക. ഞാനിതിപ്പോൾ നീളത്തിലും വട്ടത്തിലും ഒക്കെ പല രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഞാനൊരു വട്ടത്തിലെടുത്തു, ചെറിയൊരു കുഴിയാക്കി. ഇനി നമുക്കിതൊന്ന് 2 സൈഡും ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിച്ച് ഈ ഒരു ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഈ ഒരു ബേസ് ഇവിടെ റെഡിയാണ്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നതിന് മുൻപ് ആ പാത്രത്തിൽ അല്പം പൊടി ഒന്ന് ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അല്പം പൊടി ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ ഞാൻ കുറച്ച് ആദ്യത്തെ ഒരു ബാച്ച് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് നമ്മൾ റെഡിയാക്കിയൊക്കെ വെച്ചിരിക്കുന്ന ആ ഒരു പൊട്ടറ്റോ ബേസ് ഒന്ന് വെച്ച് കൊടുക്കുക. നമുക്കിത് പല രീതിയിലും ഉണ്ടാക്കാം കേട്ടോ. ഇത് ഇങ്ങനെ ഈ പറഞ്ഞ രീതിയിലും ഉണ്ടാക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അല്പം മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിലൊക്കെ നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ പൊരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെയും ചെയ്യാൻ പറ്റും. പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ഇച്ചിരി ഒരു ചെറിയൊരു ക്രിസ്പി ആയിട്ടും കുറച്ച് സോഫ്റ്റ് ഒക്കെ ആയിട്ട് കഴിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല, ഇതിൻ്റെ നിറക്കൊന്ന് മാറി വരുന്നത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇതൊരു ഗോൾഡൻ കളറിലോട്ട് വരണം. ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഒരു പുറം ഇങ്ങനെ ഈ ഒരു ഗോൾഡൻ കളറിലോട്ട് വന്നിട്ടുണ്ട്. ആ ഒരു കളർ എത്തുമ്പോഴത്തേക്കും 2 സൈഡ് അതുപോലെ ആവുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് മാറ്റണം. അപ്പം നമ്മുടെ ഈ ഒരു സ്നാക്കിൻ്റെ നിറക്കം മാറി വന്നിട്ടുണ്ട്. ഇതിനകത്തുള്ള എല്ലാം വെന്തിട്ടുള്ളതൊക്കെ തന്നെയാണ്, എങ്കിലും നമ്മളതൊന്ന് മുരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ എണ്ണയിലൊന്ന് വറുത്തെടുക്കുന്നത്. അപ്പം ഇനി നമുക്കിതൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം.
അങ്ങനെ ഞാൻ ആദ്യത്തെ ഒരു ബാച്ച്, ഇതെല്ലാം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, ഞാൻ ആദ്യത്തെ ഒരു ബാച്ച് മാത്രം ഉണ്ടാക്കിയതാണ്. ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി, അത്രയും ഫില്ലിംഗ് ആണ്, നമ്മുടെ വയറ് നിറച്ച് ഫില്ല് ചെയ്ത് ഇരിക്കുന്ന ഒരു സ്നാക്കും കൂടിയാണ് ഇത് കേട്ടോ. ഇതിനകത്ത് നിങ്ങളുടെ ഫില്ലിംഗ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റിയെടുക്കാം. നിങ്ങൾക്ക് ഈ ചിക്കന് പകരം ബീഫ് ആക്കി എടുക്കാം, സെയിം കാര്യങ്ങൾ തന്നെ ഫോളോ ചെയ്താൽ മതിയാവും. ഇനി മുട്ട ചേർക്കണം എന്നുണ്ടെങ്കിൽ മുട്ടയുടെ ഫില്ലിങ് അല്പം മസാലയൊക്കെ ചേർത്ത് ഈ ചിക്കന് പകരം മുട്ട ഒന്ന് ചിക്കി പൊരിച്ചിടുക. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്നാക്ക് സൂപ്പറാണ്. പിന്നെ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് കെച്ചപ്പാണ്, ടൊമാറ്റോ സോസ്, ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ അത് സൂപ്പറായിട്ട് പോകുന്ന ഒരു സ്നാക്കാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് മുൻപ് ഞാൻ ഇതൊന്ന് മുറിച്ച് കാണിക്കാം, ഇതിൻ്റെ അകമൊക്കെ എങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളത്. ഞാനതൊന്ന് എടുത്ത് ഇതൊന്ന് കത്തി വെച്ചിട്ടൊന്ന് മുറിക്കുന്നുണ്ട് കേട്ടോ. വളരെ പുറമേക്ക് അത്യാവശ്യം ക്രിസ്പി, ഒത്തിരി ക്രിസ്പി അല്ല, എന്നാൽ പൊട്ടറ്റോലിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടതാനും, ഉള്ളൊക്കെ സൂപ്പർ ടേസ്റ്റാണ്, നല്ല ഫില്ലിംഗ് ഒക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ടൊമാറ്റോ സോസിൻ്റെ കൂടെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു സ്നാക്കും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.